ഇന്ന് നമ്മളൊരു സാരി ബ്ലൗസിൻ്റെ സ്ലീവാണ് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്, ഗോൾഡൻ റൗണ്ട് ബീഡ്, പിന്നെ ഗോൾഡൻ സീക്വൻസ്, പിന്നെ ദേ ഈ ഒരു ക്ലിപ്പ് സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ക്ലിപ്പ് സ്റ്റോണാണ്. ഇത് കൂടാതെ ഞാനൊരു ചെറിയ ക്ലിപ്പ് സ്റ്റോണും കൂടി എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിൽ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ലീവിൻ്റെ ഡിസൈന്. അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു എൽബോയുടെ ഭാഗത്തായിട്ട് ഈ ഒരു ഡിസൈൻ വരുന്നതാണ്. ആദ്യം നമ്മൾ ഈ ബോർഡർ ലൈനിലൂടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സെറി ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുക്കുക, എന്നിട്ട് ബാക്കിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ആ ഒരു ബോർഡറിലൂടെ നമ്മൾ 2 തവണ ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടുലിപ്പ് നീഡിൽ 14 ആണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ 2 റോ ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം നെക്സ്റ്റ് റോയിൽ ചെയ്യുന്നത് കട്ട് ബീഡ് വെച്ചിട്ടൊരു റോ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വുഡൻ നീഡിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ കട്ട് ബീഡായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡിസൈൻ വരുന്ന ഭാഗത്ത് നടുക്കായിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലിപ്പ് സ്റ്റോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വൈറ്റ് ക്ലിപ്പ് സ്റ്റോണാണ് ഞാനിവിടെ വെക്കുന്നത്. ഇനി ഇതിന് ചുറ്റുമായിട്ട് കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സ്റ്റെം പോലെ വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഓരോരോ കട്ട് ബീഡായിട്ട് നേരത്തെ ചെയ്തില്ല അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചെറിയ ഡിസൈൻ പോലെ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് 3 എണ്ണം ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോണും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയ സ്റ്റോണാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഗോൾഡൻ കളറിൽ തന്നെ വരുന്നത്, പക്ഷെ ചെറിയൊരു സ്റ്റോണാണ്. അതിൻ്റെ നടുക്കായിട്ടൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 കട്ട് ബീഡ് വെച്ചിട്ട് ചെരിച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് കട്ട് ബീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുവാണ്. ഇനി റൗണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ ഗോൾഡൻ റൗണ്ട് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ടാണ് ഇങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി പോർഷനും കൂടെ ഫില്ല് ചെയ്തെടുക്കുവാണ്. ലോക്ക് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം ഒരു ബീഡൊക്കെ ഇളകിപ്പോയാൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഡാമേജ് ആയി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സ്റ്റിച്ചസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈനും ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ലീഫ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് ഒരു 4 കട്ട് ബീഡ് വെച്ചിട്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് ആ ലീഫ് എടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്, പക്ഷേ അത് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് അങ്ങനെ ഒരു 4 ലീഫ് വരുന്നുണ്ട്. അത് 4 ഞാനിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗോൾഡൻ സിൽക്ക് ത്രെഡ് ഇതുപോലെ 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 12 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു റൗണ്ട് ഷേപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യാനായിട്ടാണ് ഞാൻ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഇനി നീഡിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സീക്വൻസും ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈവനായിട്ട് കിട്ടാനായിട്ട് ആദ്യം നമ്മളിപ്പം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് ശേഷം വേണം ബാക്കി പോർഷൻ ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈവനായിട്ട് തന്നെ സ്റ്റിച്ചസ് വരും. അപ്പോൾ പെറ്റൽ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ത്രെഡ് നന്നായിട്ട് പിടിച്ചിട്ട് വേണം വലിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കെട്ടൊക്കെ വീഴാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക.
സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഞാനിതിൽ കുറച്ച് സ്റ്റോൺസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ക്ലിപ്പ് സ്റ്റോണും അതുപോലെ വൈറ്റ് ക്ലിപ്പ് സ്റ്റോണും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.